നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവനായി വാഴ്ത്തപ്പെട്ട ത്രിയേക ദൈവത്തിന് സ്തോത്രം. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ട് എന്ന വാഗ്ദത്ത പ്രകാരം ഇന്നുവരെ നമ്മോട് കൂടെ ഇരുന്ന് ഈ ലോകമാം ഗംഭീരവാരിധിയിൽ മുങ്ങിപ്പോകാതെ നമ്മെ പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ഈ സന്ധ്യയിൽ നമ്മൾ വീണ്ടും ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ തുടർച്ചയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നലെ നമ്മൾ സംശയ നിവാരണം വരുത്തിയത് കൊണ്ട് മറ്റൊന്നും കാണില്ല എന്ന് ഞാൻ കരുതുന്നു. എങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ബാക്കിയുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് തുടരാം. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് signs of his coming. സൈൻസ് ഓഫ് ക്രൈസ്റ്റ് കമ്മിങ്, കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ. അതിൽ ഈ ഭാഗങ്ങൾ കഴിഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തേത് നമ്മൾ കണ്ടത് സഭയുടെ അടയാളം, 2 ഇസ്രായേലിൻ്റെ അടയാളം, 3 ജാതികളുടെ ഉണർവ്. ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും എല്ലാ മതങ്ങളും വളരെ ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കുന്നതാണ് നാം കാണുന്നത്. അടുത്തതാണ് സയന്റിഫിക് സയൻസ്, ശാസ്ത്രീയമായ അടയാളങ്ങൾ. സയൻസിൻ്റെ, ശാസ്ത്രത്തിൻ്റെ, അതുമൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി ഉണ്ട്. അതിങ്ങനെ ഒന്നൊന്നായിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ പിഴങ്ങും തീരത്തില്ല. പലതിനെ കുറിച്ചും നമുക്കൊക്കെ അറിവുണ്ട്, പൊതുവായി മാത്രം പറഞ്ഞു വിടുന്നു എന്നേ ഉള്ളൂ. സ്തോത്രം. ശാസ്ത്രീയമായ ടെക്നോളജിക്കലായിട്ടുള്ള സാങ്കേതികമായ കണ്ടുപിടുത്തങ്ങൾ. നാലാമത്തേതാണോ? അതെ, കാണുന്നില്ലേ? നാലാമത്തേതാണ്. ഇന്ന് നാമൊക്കെ വളരെയധികം ഉപയോഗിക്കുന്ന TV, മൊബൈൽ, ഇന്റർനെറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയാൽ മതിയാവും. മറ്റു പല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, ക്ലോണിംഗ് ഉൾപ്പെടെയുള്ള മനുഷ്യനുമായി അല്ലെങ്കിൽ ശരീരവുമായി ജീവനുമായി ബന്ധപ്പെട്ട പലതും. പിന്നെ ചിപ്പുകൾ, മൈക്രോ ചിപ്പുകൾ, നാനോ ചിപ്പുകൾ, ഇങ്ങനെയെല്ലാമുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്തിലുണ്ട്. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ. സത്യത്തിൽ ഈ പറയപ്പെടുന്നതൊന്നും ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ കർത്താവായ യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവിൻ്റെ അടയാളങ്ങളായിട്ട് കാണരുത്. ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്തേക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഈ നടക്കുന്നതെല്ലാം. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ how the world is preparing for the Antichrist, എതിർ ക്രിസ്തുവിനായിട്ട് ലോകം എങ്ങനെ ഒരുങ്ങുന്നു എന്ന നിലയിൽ ഈ വിഷയങ്ങൾ ചിന്തിക്കുന്നതാണ് കൂടുതൽ യുക്തമായിട്ടുള്ളത്.
എന്നാലും നമ്മൾ കർത്താവിൻ്റെ വരവുമായുള്ള ബന്ധത്തിൽ അടയാളങ്ങളെന്ന് അങ്ങ് പറഞ്ഞ് വിവരിക്കാതെ വിടുന്നു എന്നേ ഉള്ളൂ. സ്തോത്രം. ലോകരാഷ്ട്രങ്ങളുടെ കാര്യങ്ങളും ശാസ്ത്രീയമായ എല്ലാ നിലപാടുകളും അത് വ്യക്തമാക്കുന്നു. പലവിധമായ ആയുധങ്ങൾ, ബയോളജിക്കൽ വെപ്പൺസ്, കെമിക്കൽ വെപ്പൺസ്, ആറ്റമിക് വെപ്പൺസ്. ഒരു സമയത്ത് ആറ്റം ബോംബുകൾ അല്ലെങ്കിൽ അണുവായുധങ്ങളെ കുറിച്ച് മാത്രമേ നമുക്കൊക്കെ അറിവുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കെമിക്കൽ, ബയോളജിക്കൽ ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ആയുധങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ ഇന്നുണ്ട്. ഡ്രോണുകളുടേത്, ഇങ്ങനെയെല്ലാം ആളില്ലാതെ പറക്കുന്ന വിമാനങ്ങൾ, കാറുകൾ ഒക്കെ നമുക്കിന്നുണ്ട്. ഇതെല്ലാം ഈ നിലകളിലൊക്കെ ശാസ്ത്രീയമായ അതിഭയങ്കര പുരോഗതിയാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തേക്കുള്ള ഒരുക്കങ്ങളാണ്. എതിർക്രിസ്തുവിന്റെ ഭരണകാലത്തേക്ക്. എതിർക്രിസ്തു ഒരു വലിയ സാങ്കേതിക വിദഗ്ധനായിരിക്കും, ഒരു ടെക്കി ആയിരിക്കും, വളരെ കഴിവുകളുള്ള സ്കിൽഫുൾ ടെക്കി ആയിരിക്കും എതിർക്രിസ്തു. അതുപോലെ അവരുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന കള്ളപ്രവാചകൻ. അതുകൊണ്ടാണ് കള്ളപ്രവാചകൻ പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കിക്കുന്ന കള്ളക്രിസ്തുവിൻ്റെ പ്രതിമയ്ക്ക് സംസാരിക്കുവാനുള്ള കഴിവ് പോലും കൊടുക്കാൻ സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ പഠിച്ചതാണ്, 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ. അതുപോലെ എതിർക്രിസ്തുവിൻ്റെ പേരിൻ്റെയും സംഖ്യയുടെയും ഒക്കെ മുദ്ര, ഇതെല്ലാം ഈ സാങ്കേതിക പുരോഗതിയുടെ ഭാഗമാണ്. അങ്ങനെ സാങ്കേതികമായ ശാസ്ത്രീയമായ ഒരുക്കങ്ങളും എതിർക്രിസ്തുവിൻ്റെ വരവിനായി ലോകം ഒരുങ്ങുന്നതിൻ്റെ ഭാഗമാണ്. എന്നാൽ നമുക്കറിയാം, അതിനു മുമ്പ് നമ്മുടെ കർത്താവ് വന്ന സഭയെ ചേർത്തുകൊള്ളും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ശാസ്ത്രീയമായ ഒരുക്കങ്ങളും ഒക്കെ നമുക്ക് ആ വിഷയത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഞാൻ ഇന്നലെ ഒരു ന്യൂസ് വായിച്ചതിൽ ഇനിയും മൊബൈൽ ഫോണുകളൊന്നും വേണ്ട. മൈക്രോസോഫ്റ്റ് ഒരു പുതിയ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കയ്യിൽ പച്ച കുത്തുന്ന പോലെ കുത്തിയിട്ട് അതിൻ്റെ അകത്ത് ഈ ചിപ്സൊക്കെ കയറ്റി മൊബൈൽ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് സംസാരിക്കാം, ഇൻസ്ട്രുമെൻസ് ഒന്നും വേണ്ട, ശരീരത്തിൽ തന്നെ അത് ഇംപ്ലാന്റ് ചെയ്ത് പ്രവർത്തിക്കാവുന്നൊരു വാർത്ത കണ്ടു. വെരി ഗുഡ്. അപ്പം അതിലേക്ക് നമ്മൾ അങ്ങനത്തെ ഒരു യുഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു വലിയ ഒരുക്കമാണ് എതിർക്രിസ്തുവിന് വേണ്ടിയിട്ട് ലോകം നടത്തുന്നത്. അത് സംഭവിക്കാൻ പോകുന്നു. കാലതാമസം അതിനില്ല. നമ്മുടെ മുമ്പിൽ തന്നെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിന് മുമ്പ് തന്നെ കർത്താവ് തൻ്റെ സഭയെ ചേർത്തുകൊള്ളും എന്നുള്ളതാണ്. സ്തോത്രം. നമുക്കറിയാം, മൊബൈൽ ഫോൺ തന്നെ വന്നപ്പോഴേക്കും TV ഉൾപ്പെടെയുള്ള സംഗതികൾ ഇന്ന് അപ്രസക്തമായി. ഇന്ന് ഈവൻ കമ്പ്യൂട്ടറുകൾ പോലും വളരെ ചുരുക്കമാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പം ഏറ്റവും കോമ്പാക്റ്റിബിൾ ആയിട്ടുള്ള, നമുക്ക് കൊണ്ടു നടക്കാൻ ഏറ്റവും സൗകര്യപ്രദമായ കാര്യങ്ങളിലേക്കാണ് ആൾക്കാരുടെ നോട്ടം. ഇപ്പം പേഴ്സും കൊണ്ട് നടക്കാതെ, പണവും കൊണ്ട് നടക്കാതെ, മൊബൈൽ ഫോണും കൊണ്ട് നടക്കാതെ, പലതരം കാർഡുകളും കൊണ്ട് നടക്കാതെ, എല്ലാം ഒന്നിൽ തന്നെ കേന്ദ്രീകരിക്കാൻ. അപ്പോൾ അങ്ങനെ ഒന്നിൽ ഒറ്റക്കാർഡിലാക്കിയാൽ ഇതെങ്ങാനും കളഞ്ഞു പോയാൽ പിന്നെ എല്ലാം പോകുമല്ലോ എന്നൊരാശങ്ക. എന്നാൽ അത് വേണ്ട, കളഞ്ഞു പോകാതെ ശരീരത്തിൽ തന്നെ എവിടെയെങ്കിലും ഇതങ്ങ്
നിക്ഷേപിക്കാം എന്ന ഒരാശയം. വളരെ ലളിതമാണ് സംഭവം. പക്ഷേ അതെവിടേക്ക് പോകുന്നു എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഉള്ള സാങ്കേതിക ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ, നേട്ടങ്ങളെ നോക്കി നമ്മൾ കാണുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ കർത്താവ് വളരെ വാതിൽക്കലായിരിക്കുന്നു എന്ന്. ഏത് സമയത്തും നമ്മുടെ കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങാം, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങാം, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കാം. സ്തോത്രം. അതിനുള്ള ഒരുക്കത്തോടെ തിടുക്കത്തോടെയും നാം ആയിരിക്കുക എന്നുള്ളതാണ് ഇതിൽ നാം ചെയ്യേണ്ടതായിട്ടുള്ളത്. സ്തോത്രം. ദാനിയേൽ 12:4 പറയുന്നത് പോലെ ജ്ഞാനവർദ്ധനവ്. സ്തോത്രം. ഇൻക്രീസ് ഓഫ് നോളജ്. ജ്ഞാനവർദ്ധനവ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. വെളിപ്പാട് 6 തൊട്ട് 18 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ട പല സംഗതികളും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വലിപ്പത്തെയാണ് കാണിക്കുന്നത്. അതൊക്കെ അന്ന് ഉപയോഗിക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. സഖരിയാവ് 14:12 അവിടെയൊക്കെ യുദ്ധം നടക്കുമ്പോൾ നിൽക്കുന്ന നെപ്പിൽ തന്നെ ശവം മരിക്കുന്നതിന് മുമ്പ് തന്നെ ശരീരഭാഗങ്ങൾ അഴുകിമാറുന്ന പലതരത്തിലുള്ള ആയുധങ്ങളുടെ ഉപയോഗങ്ങൾ. ആള് മരിക്കില്ല, പക്ഷേ കണ്ണു കുഴിഞ്ഞു പോവും, നാക്കഴുകിപ്പോവും, മാംസം അടർന്നു വീഴും. ഇതെല്ലാം നമുക്കറിയാം. അന്ന് ഇതൊക്കെ എഴുതി വെച്ചപ്പോൾ ആർക്കും ഒരുപക്ഷെ മനസ്സിലാകില്ല, ദൈവം ഏതാണ്ട് ഭയങ്കര അത്ഭുതം ചെയ്താലേ പറ്റുമെന്നൊക്കെയാ. ദൈവം ഒന്നും അത്ഭുതം ചെയ്തില്ലെങ്കിലും മനുഷ്യൻ ഇതിനു വേണ്ടിയുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ശാസ്ത്രീയമായ അടയാളങ്ങളും നമുക്ക് ഈ വിഷയത്തിലുണ്ട്. ഇൻക്രീസ് ഓഫ് നോളജ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 5-ാമത്തേതായിട്ട് വേണമെങ്കിൽ അതെടുക്കാം. ദാനിയേൽ 12:4 പറഞ്ഞു കഴിഞ്ഞുവല്ലോ. അതും ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സ്തോത്രം. മറ്റൊന്നാണ് സൈൻ ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യന്റെ പ്രകൃതത്തിലെ, മനുഷ്യന്റെ സ്വഭാവത്തിന്റെ അടയാളം. പ്രത്യേകിച്ച് 2 തിമോത്തിയോസ് 3-ാം 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന മനുഷ്യന്റെ പ്രകൃതത്തിൽ മനുഷ്യന്റെ സ്വഭാവം എത്രമാത്രം മാറുന്നു. പലതും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. വളരെ കുറ്റവാസന, ക്രിമിനൽ മെന്റാലിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും, കുട്ടികളിൽ പോലും ഇങ്ങനെയുള്ള കുറ്റവാസനകൾ. കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരനാരെന്ന് തോന്നുന്നു ഇട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി രാവിലെ സ്കൂളിൽ പോയി, സന്ധ്യയായിട്ടും തിരികെ വരുന്നില്ല. മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു. പോലീസ് ഒടുവിൽ സ്കൂളുമായി ബന്ധപ്പെട്ടു, ക്ലാസ് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോഴറിഞ്ഞു കുട്ടി ഇന്ന് സ്കൂളിൽ ചെന്നിരുന്നില്ല. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ, പെൺകുട്ടി, നമ്മുടെ കേരളത്തിലെ കാര്യമാണ്. അപ്പൊ ഇന്ന് സ്കൂളിൽ വരാഞ്ഞിട്ടും എന്തുകൊണ്ട് വീട്ടുകാരെ അറിയിച്ചില്ല എന്ന കംപ്ലൈന്റ് ക്ലാസ് ടീച്ചർക്കെതിരെ ഉണ്ടായി. അപ്പോൾ ക്ലാസ് ടീച്ചർ കാണിച്ചു ഈ വാട്സാപ്പ് സന്ദേശം
ആരുടേതാ? അമ്മയുടെ ഫോണിൽ നിന്നും രാവിലെ ഏതാണ്ട് 6 മണിക്കടുത്ത് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, എൻ്റെ മോൾക്ക് പനിയാണ് ഇന്ന്, അതുകൊണ്ട് ക്ലാസ്സിൽ വരത്തില്ല. അതുകൊണ്ട് അമ്മയുടെ ഫോണിൽ നിന്ന് വന്നിരിക്കുന്ന, രക്ഷകർത്താവിന്റെ ഫോണിൽ നിന്നും വന്നിരിക്കുന്ന വാട്സപ്പ് സന്ദേശം, കുഞ്ഞിന് പനിയാ. ഇനിയിപ്പം വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചില്ല. ഏതാണ്ട് ടീച്ചർ രക്ഷപ്പെട്ടു. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ അങ്ങനെ അയച്ചിട്ടില്ല മെസ്സേജ്. ഒടുവിൽ കാണിച്ചു, ശരിയാ, അമ്മയുടെ ഫോണിൽ നിന്ന്. ഒടുവിൽ മനസ്സിലായി കൊച്ചു തന്നെ അയച്ചതാണെന്ന്. എന്നിട്ട് സ്കൂളിൽ പോകുകയാണെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാ. അന്വേഷിച്ച് പിടിച്ചൊക്കെ വന്നപ്പം ഒരു ഓട്ടോക്കാരൻ, ഇപ്പം സംഭവം ഫ്ലാഷായി, ഒരു ഓട്ടോക്കാരൻ പോലീസിനെ സമീപിച്ചു. ഇന്ന കുട്ടിയെ, ഫോട്ടോയിലുള്ള ഇന്ന കുട്ടിയെ ഞാൻ ഇന്ന സിനിമാശാലയ്ക്കടുത്ത് കൊണ്ടുവിട്ടു. അപ്പോൾ അവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പായി. പോലീസ് സിനിമ നിർത്തിച്ചിട്ട് സിനിമ കൊട്ടകയ്ക്കകത്ത് കയറി നോക്കിയപ്പോൾ 14 വയസ്സുള്ള ഒരു ചെറുക്കന്റെ കൂടെ ഈ കൊച്ചുകുട്ടി ഇരിപ്പുണ്ട്. പോലീസിനൊന്നും കണ്ടിട്ട് ഒരു സങ്കോചമില്ലെന്നാ പറഞ്ഞത്. ഇപ്പൊ ചോദിച്ചെന്ന്, മോളെ എന്താ കാര്യമൊക്കെ? അപ്പൊ പറഞ്ഞ്, ഇത് ഞാൻ കല്യാണം കഴിക്കാനുള്ള ചേട്ടനാണ്. അവന് 14 വയസ്സേ ഉള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും കുറ്റവാസന, പാപത്തിന്റെ പെരുപ്പ്. സ്ത്രീകളിൽ കുറ്റവാസന വർദ്ധിക്കുന്നു. ആരെയും വിശ്വസിക്കാൻ ഒക്കാത്ത ഒരു സ്ഥിതി. ഇപ്പൊ മനുഷ്യനിലെ ഇങ്ങനെ മാറുന്ന പ്രകൃതം അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളായിട്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. സ്നേഹമില്ലാത്ത, വാത്സല്യമില്ലാത്ത, അഫക്ഷൻ ഇല്ലാത്ത, എല്ലാം ഒരു വാണിജ്യപരമായ ബന്ധങ്ങൾ മാത്രം, കൊമേഴ്സ്യൽ റിലേഷൻഷിപ്പ് മാത്രം, ഒരു കൊമോഡിറ്റി, ഒരു വിൽപ്പനച്ചരക്കായിട്ട് മാത്രം സകലത്തെയും കാണുന്ന ഒരു സംസ്കാരത്തിലേക്ക് വന്നിരിക്കുന്നു. കൂടുതൽ പറയണ്ടായല്ലോ, നമുക്ക് ഈ കാര്യങ്ങൾ നന്നായിട്ടറിയാം. മനുഷ്യന്റെ പ്രകൃതത്തിൽ വരുന്ന മാറ്റം. പൊളിറ്റിക്കൽ സയൻസ് 7-ാമത്തേത്, രാഷ്ട്രീയമായ അടയാളങ്ങൾ. അതും നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ നിന്നും കണ്ടിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾ, ദാനിയേലിന്റെ സമയം മുതൽക്കുള്ള 4 സാമ്രാജ്യങ്ങൾ, അതിൻ്റെ അവസാന പാദങ്ങളിൽ നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് എതിർ ക്രിസ്തുവിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനും കൂടുതൽ വിശദീകരണം വേണ്ടല്ലോ. ലോകത്ത് ഏകലോക ഗവൺമെന്റിന് വേണ്ടിയുള്ള മുറവിളി, പ്രത്യേകിച്ച് കൊറോണ കാലത്ത് വളരെയധികമായിട്ട് വർദ്ധിച്ചു. വൺ വേൾഡ് ഓർഡർ, ഒറ്റ ഭരണം, ലോകം മുഴുവനും ഒറ്റ നിയമം, രാജ്യങ്ങളുടെ അതിർത്തികൾ ഇല്ല, ഭാഷകളുടെ വേർതിരിവുകളില്ല, ഒറ്റ കറൻസി, ഒറ്റ ഗവൺമെന്റ്, ഒരൊറ്റ ലോക മതം, വൺ വേൾഡ് റിലീജിയൻ. ഇങ്ങനെ ലോകം മുഴുവനും ഒറ്റ കുടക്കീഴിലാകുക, ഗ്ലോബൽ വില്ലേജ് എന്ന ഒരു ആശയം. അതിനുവേണ്ടി രാഷ്ട്രങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നെബൂഖദ്നേസർ കണ്ട ലോക രാഷ്ട്രീയ സാമ്രാജ്യത്തിന്റെ ഏറ്റവും അടിയിൽ, കാൽവിരലുകളിൽ നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇന്ന് നമുക്കറിയാം.
ആ കാൽ പാദത്തിലും കാൽ വിരലുകളിലും നാം എത്തിയിരിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് കൈ തൊടാതെ പറഞ്ഞു വരുന്ന കല്ല് ഈ ബിംബത്തെ അടിച്ച് തകർത്ത് ഭൂമിയിൽ നിന്നും അവയെ മാറ്റി ഈ ഭൂമി മുഴുവനും ആ കല്ല് നിറയും. വിവരിക്കാതെ നമുക്കറിയാം, ആ കല്ല് കർത്താവായ യേശുവാണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം തൻ്റെ ഇളകിപ്പോകാത്ത രാജ്യം സ്ഥാപിക്കും. അതിന് ലോകം രാഷ്ട്രീയമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് ചിലപ്പോൾ ദൈവം ഒരു പുട്ടിനെയോ ഒരു ട്രംപിനെയോ ഒരു ശ്രീമാൻ മോദിയെയോ ഒരു ഷീനെയോ ഇങ്ങനെ ആരെയെങ്കിലും ഒക്കെ ഒരുക്കും. ദൈവം അതിനുവേണ്ടിയൊക്കെ ഒരുക്കിക്കൊണ്ടുവരുന്ന രാഷ്ട്ര നേതാക്കളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പം ആ നിലകളിൽ രാഷ്ട്രീയ അടയാളങ്ങൾ മുമ്പിലുണ്ട്. എട്ടാമത്തേതാണ് കോസ്മിക് സയൻസ്. പ്രകൃതിയുടെ അടയാളങ്ങൾ, പ്രകൃതിയിൽ നമ്മൾ കാണുന്ന അടയാളങ്ങൾ. ഭൂപ്രകൃതിയിലാകട്ടെ പ്രപഞ്ചത്തിന്റെ അടയാളങ്ങളാണ് ഇവ. പ്രപഞ്ചത്തിൽ അതിനകത്ത് ക്ലൈമാറ്റിക് ആയിട്ടും മറ്റുമുള്ള അടയാളങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹഗ്ഗായി 2:6-7, എബ്രായ ലേഖനം 12:26-27 ഒക്കെ ആ കൂട്ടത്തിൽ വരുന്നുണ്ട്. സ്തോത്രം. സുനാമി ഉൾപ്പെടെയുള്ള സംഗതികൾ, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇപ്പോൾ മൺസൂൺ കാലത്തെ പോലെയുള്ള മഴയാണ്. സത്യത്തിൽ ഈ സമയമൊന്നും ഇവിടെ മഴ പെയ്യുന്ന സമയങ്ങളല്ല. ഏതാണ്ടൊക്കെ ഒരു ഒക്ടോബർ ഹീറ്റ് എന്നും പറഞ്ഞൊരു ചൂടുണ്ട്. ഒക്ടോബർ മാസത്തിൽ ഇവിടെ അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പം അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. പക്ഷെ ഇപ്പോൾ ഇവിടെ തകർത്ത് പിടിച്ച മഴയാണ്. അപ്പം അൺസീസണലായിട്ടുള്ള കാലാവസ്ഥകളാണ് നടക്കുന്നത്. കോസ്മിക് സയൻസ്, കാലാവസ്ഥയിലെ മാറ്റങ്ങൾ, ചന്ദ്രനിലും സൂര്യനിലും അടയാളങ്ങൾ, ഭൂമിയിലും സമുദ്രത്തിലും ഒക്കെ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ആഗോളതാപനം. കുറച്ച് നാൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ദേശീയ പത്രമാധ്യമങ്ങളിൽ വായിച്ച ഒരു കാര്യം, ഒരു ഫീച്ചറായിരുന്നു. ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഒരു രീതി. പണ്ട് നമുക്കറിയാമല്ലോ, അവിടങ്ങളിലൊക്കെ ബാസ്മതി അരി പോലെയുള്ള അരിയും ഒക്കെ ധാരാളം ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട് പഞ്ചാബിൽ. പണ്ട് കാലത്ത് വെറും ചതുപ്പ് നിലങ്ങളായിട്ടാണ് അവരുടെ വസ്തുക്കൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ വേറെ പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ക്രമീകരണങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് വർഷങ്ങളുടെ കണക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ മറന്നുപോയി. പിന്നീട് പതിയെ മാറി ഇടയ്ക്ക് അവർക്ക് വെള്ളം അവരുടെ കൃഷിയിടങ്ങളിലേക്ക് തൂകിക്കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതും ചെറിയ തോതിലൊക്കെ. അത് കഴിഞ്ഞപ്പോൾ നീങ്ങി കുളങ്ങളോ കിണറുകളോ കുത്തി അതിൽ നിന്ന് വെള്ളം ഈ കാളകളെ കൊണ്ടൊക്കെ കോരിച്ച് ഒഴിച്ചു തുടങ്ങി. പിന്നീട്
മോട്ടർ വെച്ച് വെള്ളം അടിച്ചു തുടങ്ങി. ഇപ്പോൾ 400, 500, 600 ഒക്കെ ഫുട്ട് അടി താഴ്ചയിൽ വളരെ ശക്തിയുള്ള സബ്മർസിബിൾ മോട്ടേഴ്സ് ഇട്ട് അടിച്ചു കയറ്റിയെങ്കിലേ കൃഷികൾക്ക് വെള്ളം തികയൂ. ഹൗ അണ്ടർ വാട്ടർ ലെവൽ ഈസ് ഡിക്രീസിങ് ഡേ ബൈ ഡേ. ഒരു മാസത്തിന് മുൻപാണെന്ന് തോന്നുന്നു ഞാൻ പേപ്പറിൽ വായിച്ചു, ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ ഏതാണ്ട് 4-5 വർഷത്തിന്റെ കണക്കാണ് പറഞ്ഞതെന്ന് എൻ്റെ ഓർമ്മ, അഫ്ഗാനിസ്ഥാനിൽ ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല. ഭൂമിക്കടിയിൽ നിന്നും ഒരു തുള്ളി വെള്ളം കിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രകൃതിയിലെ അടയാളങ്ങൾ നാം വെളിപ്പാട് പുസ്തകത്തിൽ പഠിച്ചതുപോലെ ഈ ലോകത്തിന്റെ അവസാനത്തിന് വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടമാണ്. എന്നാൽ അതിനു മുൻപ് നമ്മുടെ കർത്താവ് വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്തോത്രം. ഈ കൂട്ടത്തിൽ അവസാനമായിട്ട് പറയുന്നത് ഡെവലപ്മെന്റ്സ്, കെട്ടുപണികളാണ്. വികസനം എന്നൊക്കെ രാഷ്ട്രീയ ഭാഷയിൽ പറയാം. ഇന്ന് ഏത് ഗവൺമെന്റിൽ നോക്കിയാലും എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്ന ഒറ്റ പദമാണ് വികസനം. വികസനം, ഡെവലപ്മെന്റ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനെ എടുത്തോ, കേന്ദ്ര ഗവൺമെന്റുകളെ എടുത്തോ, എവിടെയും അതിൻ്റെ ഭാഗമാണ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, കൺസ്ട്രക്ഷൻസ്, റോഡ് നിർമ്മാണം, അതുപോലെ ഭയങ്കര കെട്ടിട നിർമ്മാണങ്ങൾ. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെയാ റോഡുകൾ ഉണ്ടാകുന്നത്. കൊച്ചു വഴികൾ വരെ കോൺക്രീറ്റ് ചെയ്യുക, ഇപ്പം ചെറിയ വഴികൾ വരെ. പല സ്ഥലങ്ങളിലേക്കും പബ്ലിക് ട്രാൻസ്പോർട്ടും ആരംഭിക്കുന്നുണ്ട്, ബസ് പോലെയുള്ളത്. എവിടെ നോക്കിയാലും പണിയാണ്. റോഡുകൾ പണി, ബിൽഡിങ്ങുകൾ പണിയുന്നു, എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ. ഞങ്ങളുടെ ഇവിടെയൊക്കെ മെട്രോ സ്റ്റേഷനുകൾ ഒരിടത്ത്, ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനുകൾ ഒരിടത്ത്, സമുദ്രത്തിന് അടിയിലൂടെ റോഡ് നിർമ്മാണം, കടലിന് മുകളിലൂടെ പാലം നിർമ്മിക്കുന്നു. ഞങ്ങളിവിടുത്തെ മുംബൈയിലെ കാര്യമാണ് പറയാം. എയർപോർട്ടുകൾ വിപുലമാക്കുന്നു. അപ്പം ഇങ്ങനെയെല്ലാമുള്ള വികസനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ലൂക്കോസ് 17:28, മത്തായി 24:37 തൊട്ടുള്ള വാക്യങ്ങൾ. ഇതുമെല്ലാം എപ്പോഴത്തേക്കുള്ള ഒരുക്കമാ? എതിർ ക്രിസ്തുവിന് വേണ്ടി. ഇതൊന്നും യേശുവിന്റെ വരവിന് വേണ്ടിയുള്ളതല്ല കേട്ടോ. ഇതൊക്കെ എതിർ ക്രിസ്തുവിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ലോകത്തിൽ നടക്കുന്നത്. പക്ഷേ എതിർ ക്രിസ്തു ഇങ്ങനെ വരുന്നതിന് മുമ്പ്, അവന്റെ രാജ്യം സ്ഥാപിക്കപ്പെടും മുമ്പ്, അവന്റെ ഭരണം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് തൻ്റെ സഭയെ ചേർത്തുകൊള്ളും എന്നുള്ളതാണല്ലോ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന വസ്തുത. അങ്ങനെയുള്ള അടയാളങ്ങളെല്ലാം നാം കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഭക്തന്മാരും പാടാറുള്ളത്, അടയാളങ്ങൾ കാണുന്നുണ്ടേ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? സ്തോത്രം. അതുകൊണ്ട് ഈ അടയാളങ്ങളെയൊക്കെ നമ്മൾ നോക്കുന്നു. ആവർത്തിച്ചു പറയുന്നു, ഈ അടയാളങ്ങൾ ഒന്നും തന്നെ ക്രിസ്തുവിന്റെ വരവിനായിട്ടുള്ളതല്ല, എതിർ ക്രിസ്തുവിനായിട്ട് ലോകം ഒരുങ്ങുന്നതിന്റെ ഭാഗമാണ്. All these signs are preparations of the world for receiving her king, Antichrist. But before he comes, Christ will rapture his church unto himself. അതാണ് നാം
ഈ ഭാഗങ്ങളിൽ നിന്നും പഠിക്കുന്നത്. സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് പൊക്കോട്ടോ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പിന്നെ നമുക്കുള്ളത് കർത്താവായ യേശുവിൻ്റെ വരവിൻ്റെ 2 വശങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ നോട്ട്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവിടേക്ക് പോകുന്നില്ല. പിന്നെ ട്രിബുലേഷനെ കുറിച്ചുള്ളതാണ്, അതും നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചതാണ്, അതുകൊണ്ട് ആ ഭാഗവും തൊടുന്നില്ല. നമ്മുടെ വെളിപ്പാട് പുസ്തക പഠനത്തിൽ തന്നെ നമ്മളത് പ്രത്യേകമായിട്ടെടുത്ത് പല സെഷൻസ്, പല ദിവസങ്ങൾ എടുത്ത് പഠിച്ചു. പിന്നെ റാപ്ചറാണ്. റാപ്ചറും നമ്മൾ പഠിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെ? ഉൽപ്രാവണത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്കൊക്കെ. സ്തോത്രം. റാപ്ചർ ഇത് നമ്മൾ പറഞ്ഞതാ, പഠിച്ചതാണ്. അതുകൊണ്ട് ഇടയ്ക്കുള്ള ബാക്കി 2 phases ഓഫ് ക്രൈസ്റ്റ് കമ്മിങ്, അതും ട്രിബുലേഷനും അതെല്ലാം നമ്മൾ വിടുന്നു. എന്തുകൊണ്ട് സഭ മഹാപീഡനത്തിലൂടെ പോകില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശാലമായ സെഷൻസ് എടുത്തതാണല്ലോ, അതൊന്നും ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇതും നമ്മൾ എടുത്തതാണെങ്കിൽ കൂടെ ഒന്നും കൂടെ ഓർപ്പിക്കുന്നേ ഉള്ളൂ. റാപ്ചർ അഥവാ ഉൽപ്രാപണം നമ്മൾ വിശ്വസിക്കുന്നത് പ്രീ ട്രിബുലേഷൻ റാപ്ചർ, അതാണ് നമ്മുടെ പ്രത്യാശ. മഹാപീഡനത്തിന് മുമ്പ് കർത്താവ് മേഘങ്ങളിൽ വരികയും സഭ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. റാപ്ചർ അഥവാ ഉൽപ്രാപണം വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞാൽ എടുക്കപ്പെടിയിൽ എന്നാണ്. സ്തോത്രം. എടുക്കപ്പെടിയിൽ. ഗ്രീക്ക് പദമാണ് ഹർപാസോ. ഹർപാസോ ഹർപാസോ എന്ന് പറഞ്ഞാൽ കോട്ടപ്പ്, എടുക്കപ്പെടുക എന്നുള്ളതാണ്. 1 തെസ്സലോനിക്കർ 4:16 വാക്യത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരികയും എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് നാം എല്ലാവരും എടുക്കപ്പെടുമെന്ന് അവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഈ ഹാർപാസോ എന്ന പദമാണ്. അതിൻ്റെ ലാറ്റിൻ പദമാണ്, ലത്തീൻ ഇക്വലന്റ് ആണ് റാപ്പിയോ. റാപ്പിയോ റാപ്പേറെ എന്ന വെർബാണ്, വെർബിൽ നിന്നാണ് റാപ്പിയോ എന്ന നൗൺ സംജ്ഞ വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ടു ട്രാൻസ്പോർട്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോവുക, അല്ലെങ്കിൽ സ്ഥാനമാറ്റം നൽകുക എന്നാണ്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നാണ് ഈ റാപ്പിയോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് റാപ്ചർ, ആ റാപ്പിയോ എന്ന ലത്തീൻ പദത്തിൽ നിന്നുമാണ് ഇംഗ്ലീഷിലെ റാപ്ചർ ഉണ്ടായിരിക്കുന്നത്. റാപ്ചർ അതിന്റെ മലയാളമാണ് ഉൽപ്രാപണം. അർത്ഥം സ്നാച്ചപ്പ് ക്വിക്കലി, പെട്ടെന്ന് തട്ടിപ്പറിക്കുക, ക്യാരി അവേ, പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നൊക്കെയാണ്. മൊബൈൽ ഫോണിൽ എൻ്റെ ഒരു സ്നേഹിതനായ പാസ്റ്റർ നാഗപ്പൂരിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ 2 വീലറിൽ ഹൈവേയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആരുടെയോ ഫോൺ വന്നു. അപ്പം ഗിയറില്ലാത്ത വണ്ടിയാ, ആക്സിലേറ്റർ മാത്രം കൊടുത്താൽ മതി, ഹൈവേ ആണ്. അദ്ദേഹം ഫോണിൽ ഇങ്ങനെ പതിയെ വണ്ടി ഓടിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരുന്ന വഴി ബൈക്കിൽ വന്ന 2 ചെറുപ്പക്കാർ
കൂടെ ഇങ്ങനെ വന്നിട്ട് മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഇതിന്റെ പേരാണ് റാപ്ചർ. സ്നാച്ച് അപ്പ് ക്വിക്കലി, പെട്ടെന്ന് തട്ടിപ്പറിക്കുക, എടുത്തുകൊണ്ടുപോവുക. സ്തോത്രം. ചിലർ പറയാറുണ്ട്, യേശുക്രിസ്തുവിന് വന്ന് ഇങ്ങനെ സഭയെ അടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അടിച്ചുകൊണ്ട് പോക്കലൊന്നും അല്ല കേട്ടോ. കർത്താവിന് ആരെയും പേടിയുണ്ടായിട്ടൊന്നും രഹസ്യമായിട്ട് വന്ന് കൊണ്ടുപോകല. ഇതിന് രഹസ്യ വരവെന്ന് പറയാനുള്ള കാരണം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കണ്ണിമയ്ക്കുന്നിടയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ആ നേരം കൊണ്ട് ലോകത്തിലെ ആർക്കും ഈ സംഭവം കാണാൻ പറ്റില്ല എന്നതിനാലാണ് ഇത് രഹസ്യ വരവെന്ന് പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 8:39. ഇതുവരെ എൻ്റെ മാത്രം ശബ്ദമൊക്കെ കേട്ടുള്ളല്ലോ. ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആക്ട്സ് 8:39, 8:39 അപ്പോസ്തലപ്രവൃത്തികൾ. ആരുമില്ലേ? അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. അതിന്റെ പേരാണ് റാപ്ചർ. ഒരു സ്ഥലത്ത് നിന്നും എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടാക്കി. അതുപോലെ തന്നെയാണ് 2 കൊരിന്ത്യർ 12:3-4 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പൊ ചിലർ പറയാറുണ്ട് റാപ്ചർ എന്ന് പറയുന്ന പദം ബൈബിളിൽ ഇല്ല. ശരിയാ. ഇംഗ്ലീഷ് ബൈബിളിലോ മലയാളം ബൈബിളിലോ ഉൽപ്രാവണമെന്നോ റാപ്ചർ എന്നോ കാണുന്നില്ല. പക്ഷേ ഈ ഹാർപാസോ എന്ന ഗ്രീക്ക് പദവും റാപ്പിയോ എന്ന ലാറ്റിൻ പദവും ഉണ്ട്. അതിനെ എടുക്കപ്പെടുക എന്നാണ് നമ്മുടെ ഭാഷയിൽ, അല്ലെങ്കിൽ വിൽ ബി കോട്ടപ്പ്, അല്ലെങ്കിൽ കോട്ടപ്പ് എന്നാണ് നമ്മുടെ ഭാഷകളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നതെന്നേ ഉള്ളൂ. അതിന് ഒരൊറ്റ വാക്ക് റാപ്ചർ എന്ന് കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ റാപ്ചർ എന്ന പദം ബൈബിളിൽ ഇല്ല എന്നല്ല, നമ്മുടെ ഭാഷയിലെ ബൈബിളിൽ റാപ്ചർ അല്ലെങ്കിൽ ഉൽപ്രാവണമെന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ തന്നെ ഒരു ചോദ്യം ഒരു ദിവസം വന്നിരുന്നു. ഈ ഉൽപ്രാവണം എന്ന ആശയവും അല്ലെങ്കിൽ ഉപദേശവും ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് അല്ലേ എന്ന്. എന്താ കഴിഞ്ഞ 20ഓളം നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ 19ഓളം നൂറ്റാണ്ടുകൾ ഇതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നിട്ട് ഈ അടുത്ത ഇടയ്ക്കാണ് ഈ ഉൽപ്രാവണം എന്ന ഒരു ഉപദേശ രൂപീകരണം ഉണ്ടായത് എന്ന്. അതെന്തുകൊണ്ടാണെന്ന് ഒരു ന്യായമായ ചോദ്യം. അതിനുത്തരം ഇതാണ്: ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഉപദേശ രൂപീകരണത്തിന്റെ ആവശ്യകത ദൈവസഭയിലെ നേതാക്കൾക്ക് തോന്നിയില്ല. ഈ വിഷയം വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ തുടക്കം മുതലേ നമ്മൾ കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് അന്നൊന്നും ഇങ്ങനെ ഒരു വിഷയമെടുത്ത് പഠിപ്പിക്കാനോ എഴുതാനോ ഒന്നും ആവശ്യകത വന്നില്ല. അതുകൊണ്ട് ബൈബിളിൽ എഴുതി വിട്ട കാര്യങ്ങൾ അങ്ങനെ പ്ലെയിൻ ആയിട്ട് അങ്ങനെയേ കിടന്നു എന്ന് മാത്രമേ ഉള്ളൂ.
എന്നാൽ ഈ കാലഘട്ടത്തിൽ വന്നപ്പോഴാണ് മറ്റു പല ഉപദേശങ്ങൾ ഇതേ സംബന്ധിച്ച് വന്നു. അങ്ങനെ അല്ല, ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്ന് പറയേണ്ടതായിട്ട് വന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ബൈബിളിൽ നമ്മൾ തുടക്കം മുതൽ തന്നെ കാണുന്ന ഉപദേശം ഉൽപ്രാവണത്തിന്റെ ഉപദേശം. അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഏറ്റവും ആദ്യത്തെ പ്രവചനം നമുക്ക് യോഹന്നാൻ 14:3 കാണാൻ പറ്റുക. കർത്താവ് പറഞ്ഞു, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ പുതിയ നിയമത്തിൽ നമ്മൾ തുടക്കം മുതൽ കാണുന്ന ഉപദേശമാണിത്. നമ്മള് മഹാപീഡനത്തിലൂടെ സഭ പോകുകയില്ല എന്ന വിഷയത്തിൽ, അല്ലെ പോകുമോ ഇല്ലയോ എന്ന് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ കണ്ട കാര്യമാണ്, ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ മറ്റ് ഉപദേശങ്ങളെക്കാൾ, അതായത് മിഡ് ട്രിബുലേഷൻ ആൻഡ് പോസ്റ്റ് ട്രിബുലേഷൻ തിയറീസിനേക്കാൾ മഹാപീഡനകാലത്തിന്റെ മധ്യത്തിൽ യേശു വന്ന് സഭയെ കൊണ്ടുപോകും എന്നും, അല്ല മഹാപീഡനകാലം കഴിഞ്ഞിട്ടേ ക്രിസ്തു സഭയെ ചേർക്കാൻ വരുകയുള്ളൂ എന്നുമുള്ള രണ്ട് ഉപദേശങ്ങളെ സ്ഥാപിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ യേശു കർത്താവ് മഹാപീഡനകാലത്തിന് മുമ്പ് വന്ന് സഭയെ ചേർക്കും എന്ന ഉപദേശം സ്ഥാപിക്കാനാണ്. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ? അതുകൊണ്ട് ഈ ഉൽപ്രാവണം എന്ന ഉപദേശം ഒരു റീസെന്റ് ഡെവലപ്മെന്റ് ആണെന്ന് കരുതരുത്. ബൈബിളിന്റെ താളുകളിൽ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ വിശ്വസിച്ചിരുന്ന കാര്യമാണിത്. അതുകൊണ്ട് അന്നു മുതൽ സഭ നിലനിർത്തിപ്പോന്ന ചിന്ത അല്ലെങ്കിൽ ഉപദേശം ഇന്ന് നമ്മൾ പറയുന്നത് പോലെ മഹാപീഡനത്തിന് മുമ്പ് കർത്താവ് വരും, സഭയെ ചേർക്കും എന്ന ആശയമായിരുന്നു. മുമ്പോട്ട് പോകാമല്ലോ. എന്തെങ്കിലും അപ്പോൾ ഉൽപ്രാവണം, എടുക്കപ്പെടുക എന്നാണ് അർത്ഥം. എടുക്കപ്പെടുക. അതിൻ്റെ ഉദ്ദേശവും നമ്മൾ കണ്ടതാണ്. ഒന്നാമത്തെ ഉദ്ദേശം രക്ഷയുടെ പൂർത്തീകരണം. എബ്രായർ 9:28, 1 തെസലോനിക്കർ 5:23 തുടങ്ങിയ വാക്യങ്ങളിലൊക്കെ നാം അത് കാണുന്നു. രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 തലങ്ങളാണുള്ളത്. 4 ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ 3 എഴുതിയിട്ടുള്ളൂ എന്ന് മാത്രം. 3P ഓർത്താൽ അത് നമുക്ക് ഓർത്തിരിക്കാം. 3P, ഇംഗ്ലീഷിലെ P. ഡെലിവറൻസ് ഫ്രം ദ പണിഷ്മെന്റ് ഓഫ് സിൻസ്, ഡെലിവറൻസ് ഫ്രം the power of sins, deliverance from the presence of sins. 3
ഉദ്ധാരണങ്ങൾ, 3 വിടുതലുകൾ, അത് 3ഉം കൂടെ ചേരുമ്പോഴേ രക്ഷയുടെ പൂർത്തീകരണമാകുന്നുള്ളൂ. ഒന്ന്, പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നും ഉള്ള മോചനം. 2, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ഉള്ള മോചനം. 3, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെയുള്ള മോചനം. ഇത് 3ഉം കൂടെ വരുമ്പോഴേ രക്ഷയുടെ പൂർത്തീകരണമാകുന്നു. അപ്പൊ ആ രക്ഷയുടെ പൂർത്തീകരണം നമുക്ക് നൽകാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഉൽപ്രാപണത്തെ സജ്ജീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത്, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി. ഫോർ ദ റിഡംഷൻ ഓഫ് അവർ ബോഡി. റോമർ 8:23 തുടങ്ങിയുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയർ 3:20-21, 1 യോഹന്നാൻ 3:2 തുടങ്ങി ഉള്ള ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. മൂന്നാമത്തേത് നമ്മൾ കണ്ടതാണ്, തൻ്റെ ജനവുമായിട്ട് കണക്ക് തീർക്കാൻ. ടു സെറ്റിൽ അക്കൗണ്ട് വിത്ത് ഹിസ് പീപ്പിൾ. മത്തായി 25:19, 2 കൊരിന്ത്യർ 5:10 തുടങ്ങിയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ജനവുമായി കണക്ക് തീർക്കാൻ. 4, വരുവാനുള്ള ക്രോധത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ. 1 തെസ്സലോനിക്കർ 1:10, 5-ാം അധ്യായം 1 തൊട്ട് 9 വരെ. ടു ഡെലിവർ us ഫ്രം ദ കമ്മിങ് wrath. വരുവാനുള്ള കോപത്തിൽ നിന്നും നമ്മെ വിടുവിക്കുക. 5, നമ്മെ തന്നോട് കൂടെ ഇരുത്തുവാൻ. ടു സീറ്റ് us with him. ടു സീറ്റ് us with him. നമ്മെ കർത്താവ് ഇരിക്കുന്ന ഇടത്ത് കർത്താവിനോട് കൂടെ ഇരുത്തുക. സ്തോത്രം. യോഹന്നാൻ 14:3, 1 തെസ്സലോനിക്കർ 4:17 ഈ ഭാഗങ്ങളൊക്കെ ആ കാര്യം വ്യക്തമാക്കുന്നു. 6-ാമത്തെ ഉദ്ദേശം, ലോകത്തിന് രക്ഷിക്കപ്പെടുവാൻ ഒരവസാന അവസരവും കൂടെ കൊടുക്കുക. ലോകത്തിന് മാനസാന്തരപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ. കാരണം സഭയൊക്കെ ഇങ്ങനെ അങ്ങ് എടുക്കപ്പെട്ടു. കർത്താവിൻ്റെ മക്കളായിരുന്നവരെ എവിടെയും കാണാനില്ല. ഇവിടുത്തെ മാത്രമല്ല, അവിടുത്തെ. അപ്പോൾ തന്നെ ഈ കേൾവിക്കാർക്ക് മനസ്സിലാവും, ഇവരെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാ, അങ്ങനെ അങ്ങ് പോയതാ. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നടക്കും, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാം, ഇനിയെങ്കിലും യേശുവിനെ അങ്ങ് സ്വീകരിക്കാം, പാപം വിടാം എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി കർത്താവ് ഇത് ചെയ്തു കൊടുക്കുക. അപ്പോ ലോകത്തിന് ഒരു അവസാന അവസരം മാനസാന്തരത്തിനായിട്ട് കൊടുക്കുക. സ്തോത്രം. അങ്ങനെ ഈ 6 പ്രധാനപ്പെട്ട, വേറെ കൂട്ടിച്ചേർക്കാം, എന്നാലും പ്രധാനമായിട്ടും ഈ 6 കാര്യങ്ങളാണ് ഉൽപ്രാപണത്തിൻ്റെ അല്ലെങ്കിൽ റാപ്ചറിൻ്റെ ഉദ്ദേശങ്ങളിൽ വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ടാണ് ഓടിച്ചു പോയത് കേട്ടോ. ഇത്ര മതിയല്ലോ. എങ്കിലും സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചു.
ഒന്നുമില്ലല്ലോ. പരസ്യവരവിന്റെ ഉദ്ദേശങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പഠിച്ചതാ. പഠിച്ചതാ. ജൂൺ മാസം 13-ാം തീയതി. ഓ, വെരി ഗുഡ്. ഗുഡ്. ഇപ്പോഴത്തെ നമ്മുടെ ഉൾപ്രാവണത്തിന്റെ ഉദ്ദേശങ്ങൾ ഇപ്പം പറഞ്ഞതല്ല, അതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളാണ്. അതെ അതെ അതെ, ഇതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ചോദ്യം കൂടെ വന്നത് കൊണ്ട് ഞാനിത് ഒന്നും കൂടെ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മിസ്കൺസെപ്ഷൻസ്, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകളെ കുറിച്ച് നോക്കിയായിരുന്നോ? നോക്കി. ഓക്കെ, സ്തോത്രം. കർത്താവ് ഇങ്ങനെ വരുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യണമെന്നുള്ളതും നമ്മൾ പഠിച്ചതാണ്. ഏതാണ്ട് 30ഓളം കാര്യങ്ങൾ നമ്മൾ ആ വിഷയത്തിലും പഠിച്ചു. നമുക്ക് എങ്ങനെ വിശുദ്ധരാകാൻ പറ്റും, അല്ലെ? ആ ഹെഡിങ്ങിലായിരുന്നു നമ്മൾ ചെയ്തത്. എന്തായിരുന്നു ഹെഡിങ്? ഒന്ന് വായിച്ചു വിട്ടേക്കാമോ? അപ്പം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതങ്ങ് ക്ലിയർ ആയിക്കൊള്ളുമല്ലോ. കർത്താവ് വരുന്നത് കൊണ്ട് നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, അല്ലെങ്കിൽ നാം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുന്നത് എന്നതിനെ സംബന്ധിച്ചായിരുന്നു. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരാകുന്നത് എന്നോ മറ്റോ ആയിരുന്നു നമ്മൾ ചിന്തിച്ച ആ ഹെഡിങ് എന്ന് കഴിഞ്ഞ ദിവസം സുജ പറഞ്ഞിരുന്നല്ലോ കാര്യം. ആർക്കെങ്കിലും കിട്ടിയോ? ഈ നമ്മുടെ ക്ലാസ്സുകൾക്ക് ശേഷമായിരിക്കാനാ സാധ്യത. അതിനോടനുബന്ധിച്ചായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. ഫെബ്രുവരി മാസം 25-ാം തീയതി മുതൽ ആ ക്ലാസ് തുടങ്ങിയതാ, എങ്ങനെയാണ് ദൈവസഭ മണവാളിനെ എതിരേൽപ്പാൻ ഒരുങ്ങേണ്ടത് എന്നുള്ളത്. ഓക്കെ, അതിൽ 6 കൂട്ടം കാര്യം കഴിഞ്ഞിട്ട് 7-ാമത്തേല് വിശുദ്ധിയെ തികയ്ക്കണം എന്നുള്ളതായിരുന്നു 7-ാമത്തേത്. അതില് വിശുദ്ധിയെ തികയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഒരു 30 കൂട്ടം കാര്യങ്ങൾ വീണ്ടും പറഞ്ഞത്. ഓക്കെ, അപ്പം എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ. അതുകൊണ്ട് അതും നാം ആവർത്തിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. നിൽക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ നമ്മൾ പറയാഞ്ഞ ഒരു വിഷയമുണ്ടെന്ന്. ഇങ്ങനെ കർത്താവ് വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, വിശ്വസിക്കാത്തവർക്ക് അല്ലെങ്കിൽ ദൈവമക്കളല്ലാത്തവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച്. സ്തോത്രം. അത് നമ്മുടെ അടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. Then the saint shall be preserved to. സ്തോത്രം. വിശുദ്ധന്മാരെ കർത്താവ് സൂക്ഷിച്ചു വയ്ക്കും. ഇന്നും നമ്മൾ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവരാണ്. പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പലയിടത്തും നമ്മളെക്കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടുമിരിക്കുന്നവരായ ഇന്നവരോട്, യൂദായും അക്കാര്യം പറയുന്നുണ്ട്, പത്രോസ് അക്കാര്യം പറയുന്നുണ്ട്,
അപ്പോൾ നാം സൂക്ഷിക്കപ്പെടുന്നവരാണ്. സ്തോത്രം. ഫിലിപ്പിയർ 1:6, മലയാളത്തിൽ എനിക്ക് 4-ാം വാക്യമായിരിക്കും. ഫിലിപ്പിയർ 1:6, 2 തിമോത്തിയോസ് 4:18, 1 പത്രോസ് 1:5, യൂദ 24. ഇപ്പൊ 2 തരം സൂക്ഷിപ്പ്. ഒന്ന്, നമ്മൾ കർത്താവിനായിട്ട് സൂക്ഷിക്കപ്പെടുന്നു. We are being kept or preserved for Christ. And also some inheritance is being kept there in the heavenly places. 1 പത്രോസ് 1:5 വാക്യം ഒന്ന് വായിച്ചു വിട്ടേക്കൂ. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 4-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചു. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതും. ആ രണ്ട് സൂക്ഷിപ്പുകളും അവിടെ പത്രോസ് പറയുന്നുണ്ട്. നമ്മളെയും ഒരവകാശത്തിനായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു, ഒരവകാശവും നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. രണ്ടാമത്തെ കാര്യമാണ് we shall not be ashamed that. നാം അന്ന് കർത്താവിന്റെ വരവെങ്കിൽ ലജ്ജിക്കപ്പെടുകയില്ല. വിശുദ്ധന്മാർ കർത്താവിന്റെ വരവിൽ ലജ്ജിതരാവുകയില്ല. 1 യോഹന്നാൻ 2:28 പറയുന്നു. 1 John 2:28 and 4:17. 4:17 നാം ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. 3, we will be blameless at his coming. കർത്താവിന്റെ വരവെങ്കിൽ നാം നിഷ്കളങ്കരായി കാണപ്പെടും. സ്തോത്രം. 1 Corinthians 1:8, 1 Corinthians 1:8, 1 Thessalonians 3:13, 1 തെസ്സലോനിക്കർ 3:13, 5:23, യൂദ 24. കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ, അതെല്ലാം കൂട്ടത്തിൽ ചേർക്കാം. ജസ്റ്റ് ചില സൂചനകൾ മാത്രം തരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ടായിരുന്നത് പോലെ, ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, നമ്മള് പുത്രനാളായി പറഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ലോഗൻ നമുക്കുണ്ടായിരുന്നല്ലോ. ഓർമ്മ കാണും, അതോ മറന്നോ? നമ്മുടെ കർത്താവ് വരും, നമ്മെ തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 3, നാം നമ്മുടെ കർത്താവിനോട് കൂടെയായിരിക്കും. Annie sister, come on please. No, I'm not sure. കർത്താവ് എവിടെയായിരിക്കുമോ അവിടെ നമ്മൾ അവനോട് കൂടെയിരിക്കും. Then we will be like him. നമ്മൾ നമ്മുടെ കർത്താവിനോട് അനുരൂപരാകും. Then we will see him as he is. കർത്താവായിരിക്കുന്നത് പോലെ നമ്മൾ കർത്താവിനെ കാണും. സ്തോത്രം. We will get him as our eternal inheritance. കർത്താവിനെ തന്നെ നമ്മുടെ നിത്യ നിക്ഷേപമായി, നിത്യ അവകാശമായി ലഭിക്കും. സ്തോത്രം. എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു സ്ലോഗനായിട്ട് പറയാറുണ്ടായിരുന്നു. സ്തോത്രം. We shall appear with him in glory. കൊലോസ്യർ 3:4 കാണുന്നുണ്ട്. സ്തോത്രം. Colossians 3:4.
നാം നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. സ്തോത്രം. നാം തേജസ്സിന്റെ കിരീടം പ്രാപിക്കും. പ്രതിഫലങ്ങളെ നമ്മൾ പ്രാപിക്കും. We will be rewarded. We will be rewarded. We will reign with him. കർത്താവിനോട് കൂടെ നമ്മൾ വാഴും. സ്തോത്രം. ദാനിയേൽ 7:27, 2 തിമോത്തിയോസ് 2:12. സ്തോത്രം. ഇങ്ങനെയുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ ലഭിക്കാനായിട്ടുള്ളത്. എന്നാൽ അവിശ്വാസികൾ ഈ വിഷയങ്ങളെ പുച്ഛിച്ചു തള്ളും. നമ്മൾ കഴിഞ്ഞ ദിവസവും 2 പത്രോസ് 3:5 കണ്ടതുപോലെ അന്ത്യകാലത്തെ പരിഹാസികൾ എഴുന്നേൽക്കും. അവന്റെ വരവിന്റെ വാഗ്ദത്തം എവിടെയെന്ന് അവർ ചോദിക്കും. അവരിതെല്ലാം തള്ളി ലോകത്തിൽ ഇപ്പോഴെങ്ങും മരിക്കത്തില്ല, ഇപ്പോഴെങ്ങും ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള നിലയിൽ ഇങ്ങനെ ജീവിക്കും. അതുകൊണ്ട് അവർ തള്ളപ്പെടുകയും അവർ ലജ്ജിതരാവുകയും ഒക്കെ ചെയ്യും. എന്നാൽ കർത്താവ് നമുക്കിതൊക്കെ വിശ്വസിപ്പാൻ തന്ന മഹാഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉറപ്പില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഈ കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച ക്ലാസിൻ്റെ ഒരു അവസാന ഭാഗമെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം അഴിയും. എപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയില്ല. അതുകൊണ്ട് അതിശീഘ്രം സംഭവിപ്പാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയ്ക്കായി, സഭയുടെ ഉൽപ്രാപണത്തിനായി ഒരുങ്ങുക. എങ്ങനെ? പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ യേശുവിനെ രക്ഷിതാവായും അതിലുപരി കർത്താവായും ഏറ്റുകൊള്ളുകയും അഥവാ യേശുവിന്റെ കർത്തൃത്വത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തുകയും യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത് തെളിയിക്കുന്ന മാതൃകയായ വിശ്വാസ സ്നാനം വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വീകരിക്കുകയും ചെയ്യുക. വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും യേശുക്രിസ്തുവിന്റെ വരവിനായി പ്രത്യാശയോടും വിശുദ്ധിയോടും തങ്ങളെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുക. ഇങ്ങനെ കർത്താവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഏതെങ്കിലും ആത്മീയ വേറുപെട്ട കൂട്ടായ്മകളിൽ സഭായോഗം കൂട്ടായ്മയാചരിച്ച് ക്രിസ്തുവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ ഈ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.